കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ ബേഡ്സിനൊക്കെ നല്ല ഹെൽത്തി ഫുഡ് കൊടുക്കാനാണ് പ്ലാന്. അതിന് ഇന്ന് കൊടുക്കുന്നത് എഗ് ഫുഡാണ്. അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ബോയിൽഡ് എഗ്ഗും പിന്നെ കുറച്ച് വെജിറ്റബിൾസാണ് വേണ്ടത്. ഇന്ന് എടുത്തിട്ടുള്ളത് ബീറ്റ്റൂട്ടാണ്. രണ്ടും നല്ലവണ്ണം നമ്മൾ ചോപ്പൊക്കെ ചെയ്ത് നമുക്കിത് മിക്സ് ചെയ്യാനുള്ളതാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്നവർക്ക് തേനയും കുറച്ച് നട്ട്സ് സ്വീറ്റ്സും ഒക്കെ അല്ലേ. ഇടയ്ക്ക് നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഹെൽത്തി ഫുഡ് കൊടുക്കാം. ഒരു കാൽസ്യം സപ്ലിമെൻ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമ്മൾ അവർക്ക് കഴിക്കാൻ കൊടുക്കണം. കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവർക്ക് സാധാരണ നമ്മൾ കൊടുക്കുന്ന വെള്ളവും അതുപോലെ തന്നെ മറ്റ് തേനുണ്ടാവും, മറ്റു നട്ട്സ്, ഇതൊക്കെ നമ്മൾ എടുത്ത് വെക്കണം. രാവിലെ തന്നെ അവർ വന്നിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ ഈ എഗ് ഫുഡിലോട്ട് വരില്ല. നമ്മൾ നല്ലോണം എല്ലാം സെറ്റാക്കി എന്നിട്ട് അവർ കൂട്ടിൽ നമ്മൾ വെച്ച ഉടനെ ആളുകളൊക്കെ വന്നു. ആദ്യം വന്നത് ഗോൾഡേനാണ്, പിന്നെ നമ്മുടെ ഫിഞ്ച് വന്നു. ഇവർ കുറേ നേരമായിട്ടൊന്നും കഴിക്കാതിരിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല വിശപ്പുണ്ട്. ഓടി വന്ന് കൂട്ടത്തിൽ നമ്മുടെ ചെറിയ ഫിഞ്ച് വന്നിട്ടുണ്ട്. ലോങ് ടൈൽ അതാ ഓടി വരുന്നുണ്ട് കുട്ടൻ. പതിയെ നമ്മുടെ ചൈനീസ് കോളികൾ വരുന്നുണ്ട്. ഗ്രീൻ ഗോൾഡിയൻ കൂട്ടത്തിൽ ആഡ് ചെയ്ത് ഇവരൊക്കെ കൂട്ടത്തിലെ കൊലകൊമ്പന്മാരെല്ലാവരും വന്ന് ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത്. തൊട്ടപ്പുറത്ത് വെച്ചിട്ടുള്ള പ്ലേറ്റിൽ നമ്മുടെ കോക്ടെയിലും കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചൈനീസ് കോളികൾ പൊതുവേ ഡയറക്റ്റ് വന്ന് ഇവർ കഴിക്കുന്നതിന് കഴിക്കാറില്ല. അവർ പിന്നെ ഇവർ കഴിച്ച് വേസ്റ്റ് വല്ലതുണ്ടെങ്കിൽ താഴെ വീണത് അത് കൊത്തിയെടുക്കുന്ന പതിവാണ് അവർക്ക് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് എന്താ നമ്മുടെ കൂടെ എപ്പോഴും നല്ല വൃത്തിയായിരിക്കും. പിന്നെ ഓരോ ആളുകൾ വന്നു. നമ്മൾ കഥപുസ്തകത്തിൽ പറഞ്ഞ പോലെ മുട്ടുമയിൽ വന്നു, കിട്ടു വന്നു, ഉണ്ണി വന്നു എന്ന് പറഞ്ഞ പോലെ പതിയെ ഓരോ ആളുകൾ വന്ന് എല്ലാവരും കഴിക്കുന്നുണ്ട്. ചിലരൊക്കെ ടേസ്റ്റ് ചെയ്ത് പോവുകയാണ്. അവർ വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാം മറ്റുള്ളതൊക്കെ എടുത്ത് ഒഴിവാക്കിയത് കൊണ്ടേ അവർക്കിത് കഴിക്കൽ മാത്രമാണ് തൽക്കാലം നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ കഴിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടിൽ ഒരുപാട് ആളുകൾ ബ്രീഡായി കിടക്കുന്നവരുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല പോഷക ആഹാരങ്ങൾ കിട്ടണം. അപ്പോൾ ഇവർ നല്ല ഹെൽത്തി ബേഡ്സായിട്ട് നിൽക്കുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. ഇവരിങ്ങനെ ഒരു വലിയ ഉന്മേഷമില്ലാതെ നടക്കും. ഇവരെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ഈ ഗോൾഡിയനൊക്കെ കാണാൻ. ഈ കിളികളോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ട്? അവരുടെ ഒരു ഓമനത്വമുണ്ട് കിളികളിലൊക്കെ. അത് ഏത് കിളിയുടെ മുഖത്ത് നോക്കുകയാണെങ്കിലോ അത് തന്നെയാണ് അവസ്ഥ. അവരിങ്ങനെ ഓരോരുത്തരായിട്ട് കഴിക്കുന്നുണ്ട് ഓരോ ഭാഗത്തായിട്ട്. അവർ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എഗ് ഫുഡാണ്. നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ദോശയാണ്, പക്ഷേ ഇവർക്ക് നല്ല എഗ് ഫുഡൊക്കെയാണ്, നല്ല ഭക്ഷണം. അവർ കഴിക്കുന്നത് കാണാൻ തന്നെ എന്തൊരു സന്തോഷമാണല്ലേ. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. ബൈ.